രേവതി അടുക്കളയിലിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സച്ചി അവിടേക്ക് കയറി വരുന്നത്. രേവതി പറയുന്നു, ഞാൻ എൻ്റെ വിഷമങ്ങൾ അച്ഛനോട് പറഞ്ഞതാണ്, അല്ലാതെ ആരോടാ പറയാ? എനിക്കും കുറേ വിഷമങ്ങളുണ്ട്, ഞാനത് പറഞ്ഞാലുണ്ടല്ലോ എന്ന് സച്ചി പറയുമ്പോൾ, അപ്പോൾ രേവതി പറയുന്നു, എന്നാൽ പറയൂ, സച്ചിയേട്ടൻ്റെ വിഷമങ്ങൾ എന്താണെന്ന് പറയും. എന്നാൽ സച്ചി അതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നു. ശ്രീകാന്തിന് ഒരു കൂപ്പൺ കൊടുത്തുകൊണ്ട് വർഷ പറയുന്നു, ശ്രീകാന്തിന് ഓസിനൊരു കൂപ്പൺ കിട്ടിയതല്ലേ, ചിലവാക്കാനൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുന്നു. അവൻ ദേഷ്യത്തോടെ പറയുന്നു, ഇങ്ങനൊരു കൂപ്പൺ കിട്ടുമ്പോൾ ഞാൻ ഒപ്പം വരണോ? എന്നെ കൊണ്ട് പൈസ ചിലവാക്കാൻ സാധിക്കില്ല എന്ന് നീയും പറയാതെ പറഞ്ഞു എന്ന് ശ്രീകാന്ത് വർഷയോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇങ്ങനെയും പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇത് കണ്ട് വർഷ വിഷമത്തോടെ കട്ടിലിരിക്കുന്നു. പിന്നീട് സച്ചിയെ കാണിക്കുമ്പോൾ സച്ചി ടെറസ് മുകളിൽ നിൽക്കുമ്പോഴാണ് പായും തലോണയുമായി ശ്രുതി കയറി വരുന്നത് കാണുന്നത്. സച്ചി എന്തോ പറയുമ്പോൾ ശ്രുതി പറയുന്നു, ഞാൻ അല്ലെങ്കിൽ തന്നെ വളരെ ടെൻഷനിലാണ്, നീ വെറുതെ എന്നെ ടെൻഷൻ പിടിപ്പിക്കരുത് എന്ന് ശ്രുതി സച്ചിയോട് കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നു. പിന്നീട് ശ്രീകാന്ത് തൻ്റെ പായും തലവനുമായി ടെറസിലേക്ക് വരുന്നു. ഇത് കണ്ട് സച്ചിക്ക് വളരെയേറെ സന്തോഷമായി. പിന്നീട് ഇവർ 3 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചാടി കളിക്കുന്നതാണ്.